ഇൻവെസ്റ്റ്മെന്റ് ആണോ ഇൻഷുറൻസ് ആണോ കൂടുതൽ ഇമ്പോർട്ടൻറ്റ്? നമുക്ക് ഇന്ന് പഠിക്കാം. നിങ്ങളൊരു വെൽത്ത് മാനേജറിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ അവർ നിങ്ങളോട് ആദ്യം പറയുക ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ഇൻഷുറൻസ് ചെയ്യുക. ഇത് കണക്കിലൂടെ നമുക്ക് എന്തുകൊണ്ടാണെന്ന് ഇന്ന് കണ്ടുപിടിക്കാം. അതിനു മുമ്പ് ഞാൻ 4 കാര്യങ്ങൾ പറഞ്ഞോട്ടെ. ഇൻഷുറൻസ് നിങ്ങളുടെ പ്രൈമറി ഇൻകത്തിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്കൊരു പ്രൈമറി ഇൻകം ഇല്ലെങ്കിൽ നിങ്ങൾ ഇൻഷുറൻസ് എടുക്കേണ്ട കാര്യമേ ഇല്ല. ഇതിൽ ഒരു കാര്യം ഉറപ്പുവരുത്തുക, ഇൻഷുറൻസിൽ ടേം ഇൻഷുറൻസ് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഒരു ഇൻഷുറൻസിൽ നിന്ന് മണി ബാക്കോ എൻഡോമെന്റോ അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് കോമ്പിനേഷൻസോ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആവശ്യമില്ല. 2, ഇൻവെസ്റ്റ്മെന്റ്സ് എപ്പോഴും നമുക്ക് സെക്കൻഡറി ഇൻകം ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ആക്റ്റീവ് ഇൻകം ഉണ്ട്, പക്ഷെ 10-15 കൊല്ലം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേറൊരു സോഴ്സ് ഓഫ് ഇൻകം കൂടി വേണമെങ്കിൽ അതിന് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഇൻവെസ്റ്റ്മെന്റ്. 3ാമത്തെ കാര്യം, ആൾക്കാർ പൊതുവെ വിചാരിക്കുന്നത് 85-90 വയസ്സ് വരെ ഇൻഷുറൻസ് ഇരുന്നോട്ടെ, കാര്യം എന്തായാലും അപ്പോഴത്തേക്കും നമ്മൾ തട്ടിപ്പോകുമല്ലോ, അപ്പോൾ ഇൻഷുറൻസ് കമ്പനി നമുക്ക് ഒരു പേയ്മെന്റ് തരും. ഇത് തെറ്റായിട്ടുള്ള ഒരു ചിന്താഗതിയാണ്. കാരണം നമ്മുടെ ആക്റ്റീവ് ഇൻകം എന്ന് സ്റ്റോപ്പ് ആവുന്നോ അന്ന് വരെ ആക്ച്വലി മതി ഇൻഷുറൻസ്. അതായത് നിങ്ങൾ 60-ാം വയസ്സിൽ റിട്ടയർ ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ 60-ാം വയസ്സ് വരെ ഇൻഷുറൻസ് മതി. 4ാമത്തെ കാര്യം, നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ടിൽ നിന്നും എല്ലാ മാസവും കുറച്ച് എമൗണ്ട് വിഡ്രോ ചെയ്ത് നമ്മുടെ വീട്ടിലത്തെ ചെലവിന് വേണ്ടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ശരിയായൊരു രീതിയല്ല. ഇതിനു വേണ്ടി നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ടൊരു സേവിങ്സ് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യണം. ഇനി നമുക്ക് കണക്കിലേക്ക് കിടക്കാം. ഞാൻ ഇവിടെ കമ്പയർ ചെയ്യാൻ പോകുന്ന ഒരു വ്യക്തിക്ക് 39 വയസ്സാണ്. ഇദ്ദേഹത്തിന് വേണ്ട ഇൻഷുറൻസ് 2 കോടി രൂപയാണ്. അടുത്ത 21 വർഷത്തേക്ക്, അതായത് 60 വയസ്സ് വരെ ആകുന്ന സമയത്തേക്കാണ് നമുക്ക് ഇൻഷുറൻസ് പ്രൊട്ടക്ഷൻ ആവശ്യമുള്ളത്. ഈ കണ്ടീഷൻസ് എല്ലാം മീറ്റ് ചെയ്യുന്ന ഒരു ടേം ഇൻഷുറൻസിന്റെ കോസ്റ്റ് വരുന്നത് ഏകദേശം 2424 രൂപയാണ് പ്രതിമാസം. ഇനി ഇൻവെസ്റ്റ്മെന്റ് ആണോ ഇൻഷുറൻസ് ആണോ ബെറ്റർ, അല്ലെങ്കിൽ ഏതിനാണ് കൂടുതൽ റിട്ടേൺസ് പ്രൊഫൈൽ എന്ന് അറിയണമെങ്കിൽ ഇതേ തുക നമ്മൾ ഇൻഷുറൻസിൽ കൊടുക്കുന്നതിന് പകരം നമ്മൾ ഇൻവെസ്റ്റ്മെന്റിലേക്ക് കൊടുക്കുകയാണ് എന്ന് വിചാരിക്കുക. അതായത് 2424 രൂപയുടെ ഒരു മന്ത്ലി SIP സ്റ്റാർട്ട് ചെയ്യുക. അടുത്ത 21 കൊല്ലത്തേക്ക് 13% ആനുവൽ റിട്ടേൺസ് എന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആകെ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം എമൗണ്ട് 28 ലക്ഷം രൂപയാണ്. അപ്പോൾ ഒരു സൈഡിൽ ഇൻഷുറൻസ് നിങ്ങൾക്ക് 2 കോടി രൂപയുടെ കവറേജ് തരുന്നു, ഇപ്പുറത്ത് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ടിൽ മാക്സിമം ജനറേറ്റ് ആവുന്നത് 28 ലക്ഷം രൂപ. ഏകദേശം 7 ഇരട്ടി വ്യത്യാസം ഇവിടെയുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഇൻഷുറൻസ് തന്നെയാണ് കൂടുതൽ ലെവറേജ് ഉള്ളതെന്നും കൂടുതൽ റിട്ടേൺസ് ഓൺ ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് ആക്ച്വലി തരുന്നതും. അപ്പോൾ നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ ലൈഫ് കവർ കറക്റ്റായിട്ട് സെറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുക. ഇതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ ഇന്ന് തന്നെ എന്നെ കോൺടാക്ട് ചെയ്യുക. ബാലചന്ദ്രൻ വിശ്വറാം, യുവർ വെൽത്ത് മാനേജർ.